ദൈവവചനത്തിൻ്റെ അമ്പരപ്പിക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവവചനം ജീവനുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എന്താണ്? സജീവമാണ്. The word of God is alive. The word of God is living. The word of God is quick. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്രകാരം പറയുന്നു. അപ്പോൾ ഇവിടെ ഈ സജീവമാണ് അല്ലെങ്കിൽ ജീവനുണ്ട് എന്ന ആ വാക്കിന് ഗ്രീക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് സോൺ എന്നാണ്. ZON. ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ഫോർ ഗ്രോത്ത്. അപ്പോൾ വചനത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തെ വളർത്താനുള്ള ശക്തിയുണ്ട്. ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു റീപ്രൊഡ്യൂസ്. വചനത്തിന് ചിലതിനെയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു പെർഫോം ഫങ്ഷണൽ ആക്ടിവിറ്റി. ദൈവവചനത്തിന് ചില പ്രവൃത്തികളെ ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു പെർഫോം കണ്ടിന്യൂവൽ ചേഞ്ചസ്. ഒരു വ്യക്തിയിൽ ചേഞ്ചുകളെ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം എന്താണ്? ജീവനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം സജീവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുള്ളതാകയാൽ ആ വചനം ആരുടെ ഉള്ളിൽ പ്രവേശിക്കുന്നുവോ ആ വ്യക്തിയെ ആ വചനം വളർത്തും. ആ വ്യക്തിയെ ആ വചനം വർദ്ധിപ്പിക്കും. ആ വ്യക്തിയെ കൊണ്ട് ആ വചനം ചില പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും. ആ വ്യക്തിയിൽ ആ വചനം നിരന്തരമായ ഒരു മാറ്റത്തെ കൊണ്ടുവരും. അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ആ വചനം ജീവനെ പകരും. കാരണം ദൈവവചനം സജീവമാണ്, അഥവാ ദൈവവചനം ജീവനുള്ളതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ സെൻറ്റൻസുകൾക്കും എന്തുണ്ട്? ജീവനുണ്ട്. അത് സജീവമാണ്. There is power in it. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ വചനം ഊർജ്ജസ്വലമാണ്. ഇറ്റ് ഈസ് പവർഫുൾ, ഇറ്റ് ഈസ് ആക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും ഈ ഊർജ്ജസ്വലമാണ് എന്ന ആ ഒരു പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് എനർജസ് എന്ന് പറയുന്നൊരു വാക്കാണ്. ഈ എനർജസ് എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ് എനർജി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഊർജ്ജസ്വലമാണ് ദൈവത്തിൻ്റെ വചനം. ഇറ്റ് ഈസ് പവർഫുൾ, ഇറ്റ് ഈസ് ആക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ്. ഊർജ്ജസ്വലവും ശക്തവുമായ ദൈവവചനം പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവനുള്ള നാവിൽ നിന്നാവണം ആ വചനം പുറപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിൽ നിന്നാകണം, സ്പിരിറ്റ് മാനിൽ നിന്നാകണം അത് പുറപ്പെടുന്നത്. ജീവനുള്ള നാവിൽ നിന്നാവണം ആ വചനം പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇത്രമാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് നാവിൻ്റെ ആസക്തികളെ കുരിശിൽ തറച്ച നാവിൽ നിന്നാവണം വചനം പുറപ്പെടേണ്ടത്. അഥവാ പാപസംബന്ധമായി മരിച്ച നാവിൽ നിന്നാവണം ദൈവവചനം പുറപ്പെടേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ ആ വചനം സഞ്ചരിക്കത്തില്ല. കാരണം ദൈവവചനം എന്താണ്? ഇറ്റ് ക്യാൻ ട്രാവൽ ഇൻ ദ സ്പിരിറ്റ്. വചനത്തിന് ആത്മീയ തലങ്ങളിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ദൈവത്തിൻ്റെ വചനം സഞ്ചരിച്ച് ഒരു പ്രത്യേക വിഷയത്തിൻ്റെ മേൽ ചെന്ന് അതിനകത്തൊരു റിസൾട്ട് കൊണ്ടുവരണമെങ്കിൽ ജീവനുള്ള നാവിൽ നിന്നാവണം ആ വചനം പുറപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ആസക്തികളെ കുരിശിൽ തറച്ച ഒരു നാവിൽ നിന്നാവണം. അഥവാ പാപസംബന്ധമായി മരിച്ച ഒരു നാവിൽ നിന്നാകണം ദൈവത്തിൻ്റെ വചനം പുറപ്പെടുന്നത്. എങ്കിൽ മാത്രമേ അത് വർക്കാകത്തുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില പടക്കങ്ങളൊക്കെ ചീറ്റി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ചില പടക്കങ്ങൾ ആകാശത്തേക്ക് പോകുമ്പോൾ അത് അത്ര ഉയരത്തിൽ പോയി പൊട്ടുന്നതിന് പകരം പകുതിയാകുമ്പോൾ അതെന്താണ്? അത് ചീറ്റിപ്പോകും. എന്ന് പറഞ്ഞ് അത് ചീറ്റിപ്പോകും അല്ലേ? ശരിയല്ലാത്ത ഒരു നാവിൽ നിന്ന് വചനം പുറപ്പെടൽ എന്താണ്? അത് ചീറ്റിപ്പോകത്തേ ഉള്ളൂ. ദ വേർഡ് ക്യാൻ ട്രാവൽ ഇൻ ദ സ്പിരിറ്റ്. ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച ഏറ്റവും ശക്തമായ സൃഷ്ടി എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പറയത്തില്ല സ്ത്രീ ഒരുമ്പെട്ടാൽ എന്ന് പറയത്തില്ലേ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, ഒരു സ്ത്രീയെ ഏറ്റവും ബലഹീനയാക്കുന്നത് നിയന്ത്രണമില്ലാത്ത നാവാണ്. അപ്പം നാവിൻ്റെ ആസക്തികൾ കുരിശിൽ തറച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഷീ ഈസ് ലൈക്ക് എ ന്യൂക്ലിയർ ബോംബ്. അപ്പം അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ശുശ്രൂഷകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാത്താൻ അറ്റാക്ക് ചെയ്യുന്ന ആരെയാണ്? സ്ത്രീകളെയാണ്. എന്നാൽ പുരുഷന്മാരെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരെ സാത്താൻ ആക്രമിക്കുന്നത് ലൈംഗിക ആസക്തികളാലാണ്. അപ്പോൾ സാത്താൻ്റെ സ്ട്രാറ്റജീസ് ആർ വെരി ഡിഫറെൻറ്റ്. സ്ത്രീകളിലേക്ക് വരുമ്പോൾ എന്താണ്? നാവിനെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ സംസാരിപ്പിക്കുക. പുരുഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ലൈംഗിക ആസക്തികളാൽ ആ പുരുഷനെ പീഡിപ്പിക്കുക, ടോർമെൻറ്റ് ചെയ്യുക, ലൈംഗിക പാപങ്ങൾക്കകത്ത് അവനെ
കൊണ്ടുവരിക. ഈ എൻ ടൈമിൽ യേശു കർത്താവ് നാവിനെ ക്രൂശിച്ച ചില സഹോദരിമാരെ അന്വേഷിക്കുകയാണ്. കാരണം ദേ ആർ ദ ന്യൂക്ലിയർ ബോംബ്. സാത്താൻ്റെ കിങ്ഡത്തെ തകർത്തെറിയുന്ന ചില സഹോദരിമാരെ കർത്താവ് അന്വേഷിക്കുകയാണ്. നാവിനെ കുരിശിൽ തറച്ച് ദൈവവചനത്തെ അങ്ങനത്തെ ഒരു നാവിൽ നിന്ന് പുറപ്പെടുവിക്കാൻ കഴിയുന്ന ചില കർത്താവിൻ്റെ മക്കളെ സ്വർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ നോ ദാറ്റ് സം ഓഫ് യു ആർ പ്രിപ്പയർഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ജീവനുള്ള വചനം, ശക്തിയുള്ള വചനം, അത് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? ജീവനുള്ള നാവിൽ നിന്നാവണം അത് പുറപ്പെടുന്നത്. വചനം പ്രവർത്തിക്കണമെങ്കിലുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിൽ നിന്നാകണം അത് പുറപ്പെടുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സ്പിരിറ്റ് മാനിൽ നിന്നാകണം അത് പുറപ്പെടുന്നത്. അപ്പം ഞാൻ ഈ വിഷയത്തെ ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്താണ് ആത്മാവിൽ നിന്ന് പുറപ്പെടണം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് ഒരു പോരാളി വില്ലു കുലച്ച് ഒരമ്പ് എതിരാളിക്ക് നേരെ അയക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച ഈ സമയത്ത്. ഇതിനകത്ത് ഈ അമ്പ് എന്ന് പറയുന്നതാണ് ദൈവവചനം, ഈ വില്ലെന്ന് പറയുന്നതാണ് നിങ്ങളുടെ നാവ്, ആ പോരാളിയാണ് നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ, യുവർ സ്പിരിറ്റ് മാൻ. ആത്മാവും ജീവനുമായ ദൈവവചനം പുറപ്പെടേണ്ടത് ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ നാവിൽ നിന്നാണ്, ഭൗതിക തലങ്ങളിൽ നിന്നല്ല. അപ്പം ആത്മാവിൻ്റെ നാവിൽ നിന്നും ആത്മാവും ജീവനുമായ ദൈവവചനത്തെ തൊടുത്തുവിടണമെങ്കിൽ നമ്മൾ ധ്യാനിച്ച് ആത്മാവിൽ നിറച്ച വചനങ്ങളായിരിക്കണം. ദാറ്റ് ഈസ് വൈ മെഡിറ്റേഷൻ ഓഫ് ദ വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വചനം പ്രവർത്തിക്കുന്ന വചനമാണ്, വചനം ഊർജ്ജസ്വലമാണ്, വചനം ആക്റ്റീവാണ്, വചനം പവർഫുള്ളാണ്. പക്ഷെ പവർഫുള്ളായ ആക്റ്റീവായ വചനം എൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണ്? ജഡസംബന്ധമായി മരിച്ച ഒരു നാവിൽ നിന്ന് വേണം അത് പുറപ്പെടുവിക്കുവാൻ. കാരണം നാവാണ് ആ വില്ല്, വചനം എന്താണ്? ആ ആരോയാണ്. പക്ഷെ അത് പുറപ്പെടുവിക്കുന്ന എങ്ങനെയാണ്? ആത്മാവിൻ്റെ നാവിൽ നിന്ന് വേണം അത് റിലീസ് ചെയ്യാൻ. കാരണം വചനം ആത്മീയ തലങ്ങളിലാണ് ശരിക്കും ട്രാവൽ ചെയ്യേണ്ടത്. ദൈവം ഈ ഭൂമിയെ ഡിസൈൻ ചെയ്തപ്പോൾ ഫിസിക്കൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഈ ഫിസിക്കൽ വേൾഡിലെ 100% കാര്യങ്ങളും ആത്മീയ തലത്തോട് കണക്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഈ ഫിസിക്കൽ വേൾഡിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ആർക്കെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ആത്മീയ ലോകത്തെ ചേഞ്ച് ചെയ്യാതെ, ആത്മീയ ലോകത്തിൽ ആ കറക്ഷൻ ചെയ്യാതെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം ദൈവം ഈ ഭൂമിയെ ഫിസിക്കൽ വേൾഡിനെ ഡിസൈൻ ചെയ്തപ്പോൾ ഒരു സ്പിരിച്വൽ യൂണിവേഴ്സും ഫിസിക്കൽ യൂണിവേഴ്സും കൂടെ കണക്ട് ചെയ്താണ്. ആ സ്പിരിച്വൽ തലത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നാൽ ഫിസിക്കൽ വേൾഡിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ആത്മീയ തലങ്ങളെ ആർക്കെങ്കിലും ചേഞ്ച് ചെയ്താൽ ഭൗതിക തലത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് റിസൾട്ട് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇറ്റ് ഈസ് ഷാർപ്പർ ദാൻ എനി ടു എഡ്ജഡ് സ്വോർഡ്. നിങ്ങൾക്കറിയാമോ, സാത്താനും അവൻ്റെ ദുരാത്മാക്കളുമായിട്ടുള്ള ആത്മീയ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പല ആയുധങ്ങളിൽ ഒരു പ്രധാന ആയുധമാണ് ദൈവവചനം. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാൻ പോവാണ്. എൻ്റെ ആത്മീയ ലൈഫിനകത്തും ഡെലിവറൻസ് മിനിസ്ട്രിക്കകത്തും ഞാൻ കണ്ടിരിക്കുന്ന പല പ്രത്യേകതകളും അല്ലെങ്കിൽ പല എക്സ്പീരിയൻസുകളും നിങ്ങളോട് പലപ്പോഴും ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പല ഡെലിവറൻസ് മിനിസ്ട്രിക്കകത്ത് ഞാൻ ചെയ്യുമ്പോൾ പലപ്പോഴും ആയുധങ്ങൾ വ്യത്യാസമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ എഴുതപ്പെട്ട വചനം എന്ന് പറയുന്നത് ഒരു പ്രധാന ആയുധങ്ങളിൽ ഒരായുധമാണ്. ഒരിക്കൽ ഞാനൊരു ശുശ്രൂഷ ചെയ്ത സമയത്ത് ഒരു ഹയർ റാങ്കിലുള്ള ഒരു സ്പിരിറ്റ് മാനിഫെസ്റ്റ് ചെയ്യാനിടയായി. അപ്പോൾ ആ സ്പിരിറ്റിനെ ഞാൻ ഡീൽ ചെയ്യുന്ന സമയത്ത് പല ആയുധങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിയ ആത്മീയ ആയുധങ്ങളുണ്ട്. യേശുവിൻ്റെ നാമം ഒരായുധമാണ്, യേശുവിൻ്റെ രക്തം ഒരു ആയുധമാണ്. അതോടൊപ്പം തന്നെ ആത്മീയ ആയുധങ്ങൾക്കകത്ത് വ്യത്യസ്ത ആയുധങ്ങളുണ്ട്. അങ്ങനെ പല ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ഈ സ്പിരിറ്റ് ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഒരുമാതിരിപ്പെട്ട ആയുധങ്ങളെല്ലാം പ്രയോഗിച്ചിട്ടും ഈ സ്പിരിറ്റ് ഉണ്ടല്ലോ ഇപ്പം കട്ടയ്ക്ക് ഇങ്ങനെ കല്ലിന് കാറ്റടിക്കുന്നത് പോലെ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ഡെലിവറൻസ് മിനിസ്ട്രിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം ആരെങ്കിലും ഫേസ് ചെയ്താൽ ഒറ്റ ഒരാശ്രയം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവ് മാത്രമാണ്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് വീണേക്കണം. എക്സ്പീരിയൻസിനെ ട്രസ്റ്റ് ചെയ്യില്ലേ? നമുക്ക് ഈ ഡെലിവറൻസ് മിനിസ്ട്രി മുമ്പോട്ട് പോകുമ്പോഴുണ്ടല്ലോ, എല്ലാ ഡെലിവറൻസ് ശുശ്രൂഷയും, ഹയർ ഡെലിവറൻസ് ശുശ്രൂഷകളുണ്ട്, മിഡിൽ ക്ലാസ് ഡെലിവറൻസ് ശുശ്രൂഷയുണ്ട്, ലോവർ ക്ലാസ് ഡെലിവറൻസ് ശുശ്രൂഷയുണ്ട്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ലോവർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ഹയർ അപ്പർ ക്ലാസ്സും ഉള്ളതുപോലെ തന്നെ ഡെലിവറൻസ് ശുശ്രൂഷയിലും പല തട്ടുകളുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഹയർ തലത്തിലുള്ള സ്പിരിച്വൽ തലത്തെ നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ വരുമ്പം അതിൻ്റെ റൂൾസ് എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ സാധാരണ
സാധാരണ ഒരു ഡെലിവറൻസ് ചെയ്യുന്നത് പോലെ അല്ല. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, അങ്ങനെയൊന്നും അല്ല അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് ഈ സ്പിരിറ്റ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഹോളി സ്പിരിറ്റിൻ്റെ കാലേ വീണു. ഹോളി സ്പിരിറ്റ്, വാട്ട് ഈസ് ദിസ്? ഇത് എന്നെ മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താ ചെയ്യേണ്ടത്? ഉടനെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് പറഞ്ഞു, യൂസ് എ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആസ് എ വെപ്പൺ. എഴുതപ്പെട്ട ഒരു വചനം നീ ഇതിനെതിരെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക, ഇറ്റ് വിൽ ബി ഡിഫീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സമയത്ത് ഞാൻ എഴുതപ്പെട്ട ഒരു വചനം ആ സ്പിരിറ്റിന് മുമ്പിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തെ നിൻ്റെ മേൽ അയക്കുന്നു എന്ന് പറഞ്ഞ സെക്കൻഡിൽ കല്ലിന് കാറ്റടിച്ചതുപോലെ ഒരനക്കവുമില്ലാതെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, അവൻ്റെ ശക്തി കുറയാൻ തുടങ്ങി. ഹിസ് പവർ ഈസ് ബ്രോക്കൺ. കാരണം ആ പവർ ബ്രേക്ക് ചെയ്യുവാൻ, അവനെ പരാജയപ്പെടുത്തുവാൻ ആ സെക്കൻഡിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. മറ്റൊരു ഡെലിവറൻസ് ശുശ്രൂഷയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് there was a higher ranking spirit, I think it came from hell or something. ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ ആ മിനിസ്ട്രിയിൽ ഞാൻ കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ അന്ന് ഈ സ്പിരിറ്റ് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്പിരിറ്റ് എന്ത് ചെയ്താൽ വിട്ടുപോകത്തില്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് ലൂസിഫർ മാനിഫെസ്റ്റഡ്. ലൂസിഫർ വന്ന് ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ലൂസിഫറിൻ്റെ സ്പിരിറ്റാണ് ശരിക്കും അന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വന്നത്. അപ്പം അങ്ങനെ ഞാൻ ഈ ഡെലിവറൻസ് ശുശ്രൂഷ പോകുന്ന സമയത്ത് എല്ലാ ആയുധങ്ങളും നമ്മൾ ഉപയോഗിക്കുകയാണ്, അറിയാവുന്ന ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുകയാണ്. പക്ഷേ എല്ലാ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ഈ സ്പിരിറ്റിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവനിങ്ങനെ കട്ടക്കിങ്ങനെ നിൽക്കുവാണ്, ശരിക്കും ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഉടനെ ഹോളി സ്പിരിറ്റ് പറഞ്ഞു, റീഡ് റെവലേഷൻ ചാപ്റ്റർ 20 വേർഡ്സ് 10. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നീ ഇപ്പം ബൈബിൾ എടുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കേ, ഇവൻ വിട്ടുപോകുമെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എന്ന് പറയുന്നത് ലൂസിഫറിൻ്റെ, സാത്താൻ്റെ അവസാനത്തെ പണിഷ്മെൻ്റാണ്. നീ അവനെ അതൊന്ന് ഓർമ്മിപ്പിക്കുക, ഈ സാഹചര്യത്തിൽ അവൻ വിട്ടുപോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ പറയുന്ന മിസ്റ്ററി എന്ന് പറയുന്നത് എല്ലാ സാഹചര്യത്തിലും വർക്ക് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ചില ആത്മീയ അനുഭവങ്ങൾ പറയുകയാണ്. പലപ്പോഴും ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ പോലും ചില ആയുധങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ ആയുധത്തെ മാറ്റി. ഇപ്പോൾ യേശുവിൻ്റെ നാമം പറഞ്ഞു, അത് വർക്കാവുന്നില്ലെങ്കിൽ ഉടനെ യേശുവിൻ്റെ രക്തം ഉപയോഗിക്കും. യേശുവിൻ്റെ രക്തം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വചനം ഉപയോഗിക്കും. വചനവും വർക്ക് ചെയ്തില്ലെങ്കിൽ സ്പെഷ്യൽ വെപ്പൺസോ, കീസോ, സ്ക്രോൾസോ, അങ്ങനെ ഈ ഡെലിവറൻസ് ശുശ്രൂഷ ഭയങ്കര ഡൈനാമിക്കാണ്. അതൊരു ഫിക്സഡ് ഫോർമാറ്റ് പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും കുറേ മർമ്മങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ പറ്റും. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ സാത്താനെ അവൻ്റെ എൻഡ് പോയിൻ്റ്, അവൻ്റെ അവസാനം എന്താണെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ച് കൊടുത്ത സെക്കൻഡിൽ പ്രിയപ്പെട്ട മക്കളെ അവൻ്റെ ശക്തി ബ്രേക്കായി. ഹിസ് പവർ വാസ് ബ്രോക്കൺ ഇൻ ദാറ്റ് വേർഡ്. ദൈവത്തിൻ്റെ വചനം എന്താണ്? ഇരുതല വാളാണ് ശരിക്കും. ഇറ്റ് ഈസ് എ 2-edged sword. ഈ ഇരുതല വാളിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ കട്ടിംഗ് ഓപ്ഷൻ ഇൻ എ ഫൈറ്റ്. ഒരു യുദ്ധത്തിനകത്ത് ഇരുതല വാൾ, രണ്ട് സൈഡ് മൂർച്ചയുള്ള വാളാണെങ്കിൽ അത് ആ കട്ടിംഗ് ഓപ്ഷനെ ഇൻക്രീസ് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഈ വാൾ ഇങ്ങനെ സ്വിങ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് മോർ ഡാമേജ് ടു ദ എനിമി. ദൈവവചനത്തെ നമ്മൾ ധ്യാനിച്ച് ആത്മാവിൽ സൂക്ഷിക്കപ്പെടുന്ന വചനം എന്താണ്? ആത്മീയ യുദ്ധത്തിൽ ഡബിൾ എഡ്ജഡ് സ്വോർഡായി, 2-edged സ്വോർഡായി, ഇരുതല വാളായി ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. ആത്മീയ തലങ്ങളിൽ വളർച്ച പ്രാപിക്കാനുള്ള ആത്മീയ പ്രിൻസിപ്പിളുകൾ വളരെ സിമ്പിളാണ് ശരിക്കും. 1, ദൈവവചനം ധ്യാനിക്കണം. 2, നിരന്തരം പ്രാർത്ഥിക്കണം. 3, ഫാസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 3 മേഖലയ്ക്കകത്ത് ഒരു വ്യക്തി എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നോ, എത്രമാത്രം ആഴത്തിൽ ആ വ്യക്തി അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നോ, അതിനനുസരിച്ചാണ് ശരിക്കും ആത്മീയ ഗ്രോത്ത് ഇരിക്കുന്നത്. ദൈവവചനത്തിന് തുളച്ചു കയറാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഹാസ് ദ പവർ ടു പെനെട്രേറ്റ്. ഇറ്റ് ഹാസ് ദ പവർ ടു പിയേഴ്സ്. ഇനി ചോദ്യം ഇതാണ്, എവിടെയൊക്കെ തുളച്ചു കയറാനുള്ള ശക്തിയാണ് ഈ ദൈവവചനത്തിനുള്ളത്? 1, ചേതനയിൽ തുളച്ചു കയറാനുള്ള ശക്തിയുണ്ട്. ചേതന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോൾ, എനി കമ്പാർട്ട്മെൻറ്റ് ഓർ ഓർഗൻസ് ഓഫ് യുവർ സോൾ. ദേഹിയുടെ വ്യത്യസ്ത അവയവങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, വില്ല്, ഇമോഷൻസ്, പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഇമാജിനേഷൻ, ഫാൻറ്റസീസ്, തോട്ട്സ്. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വ്യക്തിയുടെ ദേഹിയുടെ അവയവങ്ങളിൽ ചേതനയിൽ തുളച്ചു കയറാനുള്ള ശക്തിയുണ്ട്.
അതുകൊണ്ടാണ് ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കുന്ന ഒരു പ്രധാന കമ്പോണൻറ്റ്, ഒരു ആയുധം എന്ന് പറയുന്നതാണ് ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇമോഷൻസിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇമാജിനേഷൻസിനെ ദൈവിക ഫ്രീക്വൻസിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ദൈവവചനത്തിന് നിങ്ങളുടെ ഫാൻറ്റസീസിനെ ദൈവിക ഫാൻറ്റസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ദൈവവചനത്തിന് നിങ്ങളുടെ ചിന്തകളെ തിരിക്കാൻ സാധിക്കും. ബിക്കോസ് ദൈവവചനത്തിന് ചേതനയിൽ പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ആത്മാവിൽ തുളച്ചു കയറാനുള്ള ശക്തിയുണ്ട്. ദ ഓർഗൻസ് ഓഫ് യുവർ സ്പിരിറ്റ്. ആത്മാവിൻ്റെ വ്യത്യസ്ത അവയവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സ്പിരിച്വൽ നോളജ്, സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിച്വൽ മെമ്മറി, സ്പിരിച്വൽ കോൺഷ്യൻസ്, സ്പിരിച്വൽ ഹാൻഡ്സ്, സ്പിരിച്വൽ ഫീറ്റ് എല്ലാം പറഞ്ഞിരുന്നു, നിങ്ങളോട് പഠിപ്പിച്ചു തന്നല്ലേ. അപ്പോൾ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനത്തിന് തുളച്ചു കയറാനുള്ള ശക്തിയുണ്ട്. ഓർഗൻസ് ഓഫ് യുവർ സ്പിരിറ്റ്. ദൈവവചനത്തിന് ആത്മാവിൻ്റെ അവയവങ്ങളിലേക്ക് തുളച്ചു കയറി എന്താണ് ആത്മാവിനെ ശക്തിപ്പെടുത്തുവാനും ആത്മാവിൻ്റെ ചില പോരായ്മകളെ കറക്റ്റ് ചെയ്യുവാനുമുള്ള ശക്തിയുണ്ട്. ഇനി ദൈവത്തിൻ്റെ വചനം എവിടെയൊക്കെ തുളച്ചേരാൻ സാധിക്കും? സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചേരാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങളിലേക്കും തുളച്ചേരാൻ സാധിക്കും. ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് വെരി പവർഫുൾ. അത് വിശ്വാസത്തോടെ റിസീവ് ചെയ്താൽ ഉറപ്പായിട്ടും ആ മിനിറ്റുകൾക്കകത്ത്, ഈ മണിക്കൂറുകൾക്കകത്ത് മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളുടെ ആത്മീയ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ വേൾഡിൽ എൻവയോൺമെൻ്റ് ഉണ്ട് അല്ലേ, അന്തരീക്ഷമുണ്ട് അല്ലേ. കലുഷിതമായ സാത്താൻ ഒപ്രസ് ചെയ്യുന്ന ചില ആത്മീയ അന്തരീക്ഷങ്ങളെ പെട്ടെന്ന് മാറ്റുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. വെൻ ദ വേർഡ് കംസ് ഇൻ യുവർ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു സ്പിരിറ്റ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിനൊരു അന്തരീക്ഷമുണ്ട്. ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം പ്രവേശിക്കുമ്പോൾ, തുളച്ചു കയറുമ്പോൾ ആത്മീയ അന്തരീക്ഷത്തിലുള്ള അന്ധകാരത്തെ നീക്കുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ to remove darkness from your spiritual environment. ദൈവവചനത്തിന് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കാനുള്ള കഴിവുണ്ട്. ദൈവവചനത്തിന് ഒരു മനുഷ്യൻ്റെ മനസ്സിനോട് വാദിക്കാനുള്ളൊരു കഴിവുണ്ട്. ദൈവവചനം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവാണ്. അപ്പം നിങ്ങൾ ധ്യാനിച്ച് ഉള്ളിൽ നിറച്ച വചനങ്ങൾ അതൊരു സാഹചര്യത്താൽ പ്രൊവോക്ഡ് ആകുമ്പോൾ ആ വചനം ഒരു ആത്മാവിൻ്റെ സ്പിരിറ്റിൻ്റെ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. എന്നിട്ട് ആ വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കുന്ന വചനത്തിന് ഇറ്റ് ഹാസ് ദ പവർ ടു കൺവിൻസ് അസ്. ഇറ്റ് ഹാസ് ദ പവർ ടു ലീഡ് യുവർ ഹാർട്ട് ഇൻ ടു റിപ്പൻറ്റൻസ്. ഇറ്റ് ഹാസ് ദ പവർ ടു ബ്രിങ് അണ്ടർസ്റ്റാൻഡിങ് ടു യുവർ ഹാർട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളൊരു കള്ളം പറയുമ്പോൾ ഉള്ളിലിരുന്ന് ആരോ നമ്മളോട് പറയും, ജിയോ ഇത് ശരിയായില്ല. നമ്മൾ അശുദ്ധിയോടെ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ ആരോ നമ്മുടെ ഉള്ളിലിരുന്ന് പറയുകയാണ്, ജിയോ ഇത് ശരിയല്ല, ഇത് പാപമാണ്. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടെന്നിരിക്കട്ടെ, അപ്പം നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ നമ്മുടെ മനസ്സിനോട് പറയുകയാണ്, ഇത് ശരിയായില്ല, അത് പാപമാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ദൈവവചനം എന്താണ്? നമ്മളോട് വാദിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ദൈവവചനത്തിന് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കാൻ കഴിവുണ്ട്. നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ട വചനം എന്താണ്? ഇറ്റ് വിൽ ടേക്ക് ദ ഷേപ്പ് ഓഫ് എ സ്പിരിറ്റ് ആൻഡ് വിൽ സ്പീക്ക് ടു അസ്. സോ നമ്മുടെ അകത്ത് മാംസം ധരിച്ച വചനം എന്താണ്? ഇറ്റ് ടേക്സ്, അതിനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ. എങ്ങനെയാണ് പ്രൊവോക്ക് ചെയ്യുന്നത്? ഒരു സിറ്റുവേഷനിലൂടെ ആ വചനത്തെ പ്രൊവോക്ഡ് ആകുമ്പോൾ ആ വചനം എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ മനസ്സിനോട് സംസാരിക്കും. ഇറ്റ് വിൽ ട്രൈ ടു കൺവിൻസ് അസ്. നമ്മുടെ മനസ്സിലേക്ക് റിപ്പൻറ്റൻസ് കൊണ്ടുവരും, നമ്മുടെ മനസ്സിലേക്ക് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരും. ഇത് ശരിയായ രീതിയല്ല. ദൈവവചനം ഒരു വിത്താണ്, ജീവനുള്ള വിത്താണ്, എന്നേക്കും നിലനിൽക്കുന്ന വിത്താണ്, ഒരിക്കലും നശിക്കാത്ത വിത്താണ്, ഒരു മനുഷ്യനിൽ വസിക്കുന്ന വിത്താണ്, അമർത്യമായ വിത്താണ്. The word of God is imperishable. It is living. It is enduring. It is abiding and it is immortal എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ഇവിടെ വിത്ത് എന്ന് പറയുന്ന ആ വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്പേമ എന്ന് പറയുന്ന വാക്കാണ്. ഈ സ്പേമ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ് സ്പേം എന്ന് പറയുന്ന വാക്കുണ്ടായത്. അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ സീഡ് എന്ന് പറയുന്ന ആ വാക്കിനാൽ അത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ബീജത്താൽ, സ്പേമിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. 1 പത്രോസ് 1:21 പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, മറിച്ച് എന്താണ്? അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്.
ഒരു വിത്തിൽ നിന്ന് ആർക്കും ഒരു ദിവസം കൊണ്ട് ഫലം കിട്ടാറില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു വിത്തിട്ടിട്ട് പിറ്റേ ദിവസം ഫലം അന്വേഷിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അപ്പോൾ ഒരു വിത്ത് നമ്മൾ പാകിയാൽ എന്താണ്, ആ വിത്ത് വളരണം, അതൊരു മരമാകണം, പിന്നെ അതിൻ്റെ സീസണിൽ അത് ഫലം പുറപ്പെടുവിക്കും. ഇങ്ങനെ നമ്മിൽ വീണ ദൈവവചനമായ വിത്തിനെ വളർത്ത് ഫലം പുറപ്പെടുവിക്കാൻ പ്രാപ്തമാക്കുന്നത് ദൈവവചനം ധ്യാനിക്കുന്നത് മുഖാന്തരമാണ്. ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ബീജത്താൽ നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത, ജീവനുള്ള ദൈവത്തിൻ്റെ ബീജത്താൽ ജനിപ്പിക്കപ്പെട്ട ഒറ്റ ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളാണ്. ശരിക്കും വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരു ഫാമിലിയിൽ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ, ഒരു ഫാമിലിയിൽ 5 മക്കളുണ്ടെങ്കിൽ എന്താണ്, 5 മക്കൾക്കും അപ്പൻ്റെ അവകാശമുണ്ട് അല്ലേ? അപ്പൻ്റെ സ്വത്തുക്കളുടെ മേലെ അവകാശമുണ്ട്. ഈ സകല പ്രപഞ്ചവും യേശു കർത്താവിൻ്റെതാണ്. അതിൻ്റെ മേലെ എന്താണ്, നമുക്കാണ് ഇൻഹെറിറ്റൻസ്. അതുകൊണ്ട് ഈ നാളുകളിൽ ഉണ്ടാകുന്ന ചില കഷ്ടങ്ങൾ, ഈ നാളുകളിൽ ഉണ്ടാകുന്ന ചില വേദനകൾ, അതിനെ ഓർത്ത് പരുവപ്പെടേണ്ട. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നാളുകളിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ എന്താണ്, നിസ്സാരമാണ്. ഇങ്ങനെ നമ്മിൽ വീണ ദൈവവചനമായ വിത്തിനെ വളർത്തുന്നത്, അത് വളർന്നു ഫലം പുറപ്പെടുവിക്കാൻ പ്രാപ്തമാക്കുന്നത് എന്താണ്, ദൈവവചനത്തിൻ്റെ ധ്യാനം മുഖാന്തരമാണ്. നമ്മളത് വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ എന്താണ്, ഇറ്റ് ഗ്രോസ് വിത്തിൻ us. നമ്മളിൽ വന്ന് ആ വചനം എന്താണ്, വളരും, അത് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു രീതിയിലേക്ക് അതായി മാറാനിടയാവും. ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. ഇറ്റ് ലിവ്സ് ഫോർ എവർ. നമ്മൾ എന്നും കാണുന്ന സൂര്യൻ അപ്രത്യക്ഷമായേക്കാം, ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ചന്ദ്രൻ ഇല്ലാതായേക്കാം, നക്ഷത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളോ അതെന്നേക്കും നിലനിൽക്കുന്ന വചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 24:35 പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. ഇന്ന് കാണുന്ന ഗവൺമെൻറ് ആയിരിക്കത്തില്ല നാളത്തെ ഗവൺമെൻറ്, നാളെ കാണുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആകത്തില്ല അടുത്ത പ്രാവശ്യം വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്ന് കാണുന്ന ചന്ദ്രനോ സൂര്യനോ നാളെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കാണുന്ന ചില നക്ഷത്രങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായേക്കാം. പക്ഷേ ആകാശവും ഭൂമിയും കടന്നുപോയാലും, പ്രസിഡന്റുമാർ മാറിയാലും, ആർക്ക് മാറ്റം സംഭവിച്ചാലും ഒരിക്കലും മാറാത്ത കാര്യമെന്ന് പറയുന്നത് ദൈവവചനം മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയിൽ വസിക്കുന്ന വചനമാണ്. 1 പത്രോസ് അതിന് 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, ഹാവിംഗ് ബീൻ ബോൺ അഗെയിൻ നോട്ട് ഓഫ് കറപ്റ്റബിൾ സീഡ് ബട്ട് ഓഫ് ഇൻകറപ്റ്റബിൾ ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ് വിച്ച് ലിവ്സ് ആൻഡ് അബൈഡ്സ് ഫോർ എവർ. ദൈവവചനം സകല പ്രതിസന്ധികളെയും പ്രതിരോധങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള വചനമാണ്. ഇറ്റ് എൻഡ്യൂർസ് ഫോർ എവർ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിൽ വസിക്കുന്ന വചനം, നിങ്ങളിൽ മാംസം ധരിച്ച വചനം, ആത്മാവും ജീവനുമായ വചനം, അത് സകല പ്രതിസന്ധികളെയും സാത്താൻ്റെ പ്രതിരോധങ്ങളെയും തകർത്തെറിഞ്ഞ് നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ ശക്തമായ വചനമാണ്. എൻഡ്യൂർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ടിന്യൂ ടു ലിവ് ത്രൂ ഹാർഡ്ഷിപ്പ് ഓർ അഡ്വേഴ്സിറ്റി. നമുക്കറിയാം 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യരെല്ലാവരും പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യം. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു, എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. അത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദ വേർഡ് ഓഫ് ലോർഡ് എൻഡ്യൂർസ് ഫോർ എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂ ടു ലിവ് ത്രൂ ഹാർഡ്ഷിപ്സ് ഓർ അഡ്വേഴ്സിറ്റി. ദൈവത്തിൻ്റെ വചനം ആത്മാവാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് സ്പിരിറ്റ്. നിങ്ങളിൽ മാംസം ധരിച്ച ദൈവവചനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആ വചനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ആ വചനം എന്താണ്, ഒരാത്മാവിൻ്റെ രൂപമെടുക്കും. ഇറ്റ് ടേക്സ് ദ ഫോം ഓഫ് എ സ്പിരിറ്റ് ആൻഡ് ഇറ്റ് ട്രൈ ടു സ്പീക്ക് ടു യു. സോ ദാറ്റ് വേർഡ് വിച്ച് ഈസ് എ സ്പിരിറ്റ് വിൽ ഗിവ് യു കൺവിക്ഷൻ. That word which is a spirit will give you repentance. That word which is a spirit will give you discernment. That word which is a spirit will give you fear of God. That word which is a spirit will give you the presence of God. Because that word has taken flesh in you. നമ്മിൽ ആ വചനം മാംസം ധരിച്ചു. ദൈവാത്മാവ് ഒരു വ്യക്തിയാണെങ്കിലും ദൈവാത്മാവിൻ്റെ അളവ് വ്യക്തികളിൽ വ്യത്യസ്തമാണ്. ആത്മാവായ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ നിറവ് നമ്മിൽ വർദ്ധിക്കും. ഞാനൊരു വാക്യം വായിച്ചുകൊണ്ട് അതിനെ ഒന്ന് വിസ്തരിക്കാൻ പോവാണ്. ശരിക്കും ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം
അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിലൂടെ ദൈവിക പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ ദൈവം നിറച്ചിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിനെ വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്ത അളവിലാണ് ദൈവം പകരുന്നത്. അപ്പം യേശുവിൽ അളവില്ലാതെ കൊടുത്തു. എന്തിനാണ്? യേശുവിന് ദൈവപ്രവർത്തികൾ ചെയ്യണം. അപ്പം അതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ ആരെങ്കിലും ഒരു യേശു പറഞ്ഞാൽ, ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി വ്യക്തികൾ കമ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളിലേക്ക് പകരപ്പെടും. അപ്പം ആ അളവിനെ, ആ പരിശുദ്ധാത്മാവിൻ്റെ അളവിനെ നമ്മിൽ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനം ധ്യാനിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് സ്പിരിറ്റ്. അപ്പോൾ ആത്മാവായ വചനം ഒരു വ്യക്തി ധ്യാനിക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞുകൊണ്ടേയിരിക്കും, ദൈവാത്മാവ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളിലുള്ള ദൈവാത്മാവിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗം എന്ന് പറയുന്നതാണ് ആത്മാവായ വചനത്തെ ധ്യാനിക്കുക. ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി ഒരു വില കൊടുക്കാൻ തയ്യാറാണെങ്കിലെന്നുണ്ടോ അളവില്ലാതെ വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ വചനം ജീവനാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലൈഫ്. അപ്പം നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മളിൽ വചനത്തിലുള്ള ജീവൻ നിറയും. നിങ്ങളുടെ ഏത് ജീവിത മേഖലയാണോ മരിച്ചു കിടക്കുന്നത്, ആ മരിച്ച അവസ്ഥയിലേക്ക് ജീവനുള്ള ദൈവവചനത്തെ അയക്കുമ്പോൾ ആ മേഖല ജീവൻ വെക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരവയവം സിക്കാന്നിരിക്കട്ടെ. അപ്പം മരിച്ച പോലെ അവസ്ഥയാണ് ഒരവയവം എങ്കിലെന്താണ്? സെൻഡ് ദ വേർഡ് ഇൻ ടു ദാറ്റ് ഓർഗൻ. ആ ശരീരത്തിൻ്റെ അവയവത്തിലേക്ക് ജീവനായ വചനത്തെ അയക്കുക. ആ മരണം മാറി ജീവൻ വ്യാപരിക്കും. തഴക്കദോഷങ്ങൾ പോലെയുള്ള വിഷയങ്ങളാണെന്നിരിക്കട്ടെ, കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണ്, അങ്ങനെയുള്ളൊരു അവസ്ഥയിലുള്ള ആളെന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ജീവനായ വചനത്തെ കണ്ണുകളിലേക്ക് റിലീസ് ചെയ്യുക. ആ കണ്ണുകളിൽ നിന്ന് മരണം മാറി ജീവൻ വ്യാപരിക്കും. ദൈവത്തിൻ്റെ വചനം പരിപൂർണമാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് പെർഫെക്റ്റ്. അതിനാധാരമായിട്ട് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ പറയുന്നു, ദ വേർഡ് ഓഫ് ദ ലോർഡ് ഈസ് ഫ്ലോലെസ്, perfect, blameless, dependable, upright, without error and reliable. ദൈവത്തിൻ്റെ വചനം ശരിയും സത്യവുമാണ്. സങ്കീർത്തനം 33-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, ദ വേർഡ് ഓഫ് ദ ലോർഡ് ഈസ് റൈറ്റ് ആൻഡ് ട്രൂ. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. ദൈവവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ കഴിയുന്ന വചനമാണ്. നിങ്ങളുടെ ഏത് മേഖലയാണോ ആ മേഖലയെ വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനം സത്യവചനം, ആത്മാവായ വചനം, ജീവനുള്ള വചനം, മാറ്റമില്ലാത്ത വചനം, എന്നേക്കും നിലനിൽക്കുന്ന വചനം എന്താണ്? അതിന് എന്നെ നിങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. സാങ്ക്ടിഫൈ ദം ബൈ യുവർ ട്രൂത്ത്, ഓ മൈ ഗാഡ്, ഫോർ യുവർ വേർഡ് ഈസ് ട്രൂത്ത്. ദ വേർഡ് ഓഫ് ദ ലോർഡ് ഈസ് പ്യുവർ. പ്രോവബ്സ് അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയുന്നു, എവറി വേർഡ് ഓഫ് ഗോഡ് ഈസ് പ്യുവർ. ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. ആത്മാവായ വചനം, എന്നോട് സംസാരിക്കുന്ന വചനം, നിത്യമായി നിൽക്കുന്ന വചനം, ഹല്ലേലൂയ, ഒരിക്കലും മരണമില്ലാത്ത വചനം, ജീവനുള്ള വചനം, എന്നെ വിശദീകരിക്കാൻ കഴിയുന്ന വചനം, അതൊക്കെ ഓർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വചനത്തിൻ്റെ പ്രത്യേകതയെ ഓർത്ത്, ദൈവവചനം നമുക്ക് നൽകിയതിനെ ഓർത്തൊക്കെ നന്ദി പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യാനിടയാകും. വചനം നമ്മുടെ അകത്ത് രൂപാന്തരം കൊണ്ടുവരാനിടയാകും. ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് വിൽ ട്രാൻസ്ഫോം അവർ ലൈഫ്. ആൻഡ് അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ഒരു ജീവിതം എനിക്ക് സാക്ഷ്യപ്പെടുത്താനുണ്ട്. കാരണം പലപ്പോഴും എൻ്റെ ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ വഴിയിലും മ്ലേച്ഛതകളിലും തഴക്കദോഷങ്ങളിലും ആയിരുന്ന എന്നെ ആ ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഒരു മിനിറ്റ് നേരം നമുക്ക് നന്ദി പറയാം കർത്താവിന്. ദൈവവചനം നൽകിയതിനായിട്ട് നന്ദി പറയാം. അത് എഴുതിയ എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് നന്ദി പറയാം. പ്രവാചകന്മാർ, അപ്പസ്തോലന്മാർ, അവരൊക്കെ എത്ര സഹനങ്ങളിലൂടെയാണ് ഈ വചനങ്ങൾ എഴുതി നമ്മുടെ കയ്യിലേക്ക് തന്നത്. അതിനെയൊക്കെ ഓർത്ത് ഒരു മിനിറ്റ് നേരം നമുക്ക് നന്ദി പറയാം. അതോടെ